കോട്ടയത്ത് നിന്നൊരു ഓണക്കാല വിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓണക്കാലമായാൽ കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഒരു പകിടകളിയുണ്ട്. അത് വളരെ സജീവമാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇടക്കാലത്ത് ഈ പകിടകളിയുടെ പെരുമ നഷ്ടപ്പെട്ടുവെങ്കിലും പകിടകളിയുടെ പ്രൗഢി തിരിച്ചു പിടിക്കുകയാണ് പുതുതലമുറ. പകിടകളി മത്സരം പൊടിപൊടിക്കുന്ന ഇടത്തേക്ക് ഞങ്ങളുടെ കോട്ടയം റിപ്പോർട്ടർ പോയിരുന്നു. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് കാണാം, അതിലുണ്ട് ബാക്കി കാര്യങ്ങൾ. ഓണക്കാലമായാൽ കോട്ടയം ജില്ലയുടെ മുക്കിലും മൂലയിലും പകിടകളിക്കളങ്ങൾ ഉണരും. പിന്നീട് രാവും പകലും ആവേശ പോരാട്ടമാണ് ഈ കളങ്ങളിൽ നടക്കുന്നത്. ആ കാഴ്ചയിലേക്കാണ് ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ സഭ്യമില്ലാത്ത ഭാഷ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് കാണികൾക്ക് കളികാരെ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രോത്സാഹിപ്പിക്കാം. പണ്ടുകാലത്ത് സജീവമായിരുന്ന പകിടകളി ഇടക്കാലം കൊണ്ട് സജീവമല്ലാതായി. ആ പ്രൗഢി വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഒരു കൂട്ടം യുവാക്കൾ നടത്തുന്നത്. അതായത് അടിയന്തരാവസ്ഥയുടെ കാലത്ത് പോലും 4 ആളുകൾ കൂടാൻ പറ്റാത്ത ആ സമയത്ത് പോലും ഈ പ്രദേശത്ത് പകിടകളി ഉണ്ടായിരുന്നതാണ്. നമ്മുടെ പരമ്പരാഗതമായിട്ട് മഹാഭാരതത്തിൽ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള ചൂതുകളിയും അതിൻ്റെ ആധുനികവൽക്കരിച്ച ഒരു പതിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പകിടകളിയെ നമുക്ക് പറയാം. ആവേശം കൂടുമ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചതുരംഗവുമായി വലിയ സാമ്യമുണ്ട് പകിടകളിക്ക്. അല്പം സങ്കീർണമാണ് നിയമമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. ഇതിന്റെ പോരുവൈ എന്നാണ് പറയുന്നത്, കാവെക്കുന്നതിന്. ആ പോരുവൈക്കിലാണ് ഒരു കളിയുടെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നത്. 4 കൊമ്പരുത്തരുന്നാണ് ഇപ്പോൾ ഇവിടുത്തെ കളി. ഈ ഒരു പോരുകാരൻ ഉൾപ്പെടെ ഒരു ടീമിൽ 3 പേരാണുള്ളത്. അപ്പോൾ പകിട ഉരുട്ടി വിടുമ്പോൾ കൊമ്പ് വരച്ചിട്ടുണ്ട്. ഈ കൊമ്പ് ഇതിനകത്ത് കൈ കയറുകയോ 2 പകിട ഈ കൊമ്പിനകത്ത് കിടക്കുകയോ പാടില്ല. അതിനപ്പുറത്ത് കടന്നു പോകണം. പകിടകളിയുടെ ആവേശത്തിൽ മുഴുകി നിൽക്കുന്ന കുറച്ച് കൂട്ടുകാർ നമ്മളോടൊപ്പമുണ്ട്. ഒരു കുട്ടി സംഘമാണ്. നല്ലതാണ്. ഞങ്ങളെല്ലാ ദിവസവും ഇത് കാണാൻ ഇവിടെ വരും. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഓണത്തിന് ഞങ്ങൾ പല കളികളും കളിക്കുമ്പോൾ കൂടുതലും ഇത് കാണാൻ ഞങ്ങൾ സമയം മാറ്റി വെക്കുന്നത്. കളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ജയിച്ചില്ല, പിള്ളേര് ജയിച്ച് കപ്പ് കൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ UK വന്നേ, ഞാൻ വരെ പഠിച്ച്. ഇവിടുത്തെ കപ്പ് സ്പോൺസർ ചെയ്ത ആള് ഞങ്ങൾക്ക്. ഇതാണ് കളി. പഴയ കാലത്തിന്റെ പ്രൗഢി തിരിച്ചു പിടിക്കുന്ന പകിടകളിയുടെ ആവേശം ഇവിടെ അവസാനിക്കുന്നില്ല. തിരുവോണത്തിന്റെ അന്ന് വരെ മുക്കിലും മൂലയിലും ഈ പകിടകളി ആവേശം നിറഞ്ഞു നിൽക്കും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. കോട്ടയംകാരിക്ക് പകിടകളി അറിയോ? പകിടകളി അറിയുന്നില്ല. നമുക്ക് ടോബിയോട് ചോദിക്കാം. ടോബി എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മൂപ്പർക്ക് അറിയോന്നില്ലെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അല്ലേ? പഠിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ പറ്റുന്ന സാധനമാണോന്ന് എനിക്ക് അറിയില്ല. കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് പിടിയിട്ടിട്ടുണ്ടാവും. നോക്കാം.